പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ ജീവിതത്തിൽ നിന്നും വിക്രമിനെ എങ്ങനെയെങ്കിലും തട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പുതിയൊരു അടവെടുക്കുന്നുണ്ട്. MLA വാസവന്റെ മകൻ വരുണിനെ ഗുണ്ടകളെ വിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കൊല്ലുകയാണ് അവര്. എന്നാൽ ആ ഒരു വാർത്ത കേട്ടതോടുകൂടി തന്നെ MLA വാസവൻ ആകെ തകർന്നു പോയിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ശ്രീകാന്ത്. വരുൺ കൊല്ലപ്പെട്ട ആ ഒരു രാത്രി തന്നെ വാസവന്റെ പാർട്ടിക്കാരെ വന്ന് അയാളോട് പറയുന്നുണ്ട്, സാറേ, വരുണിനെ കുത്തിയത് വിക്രമാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ പറയും. ആൾക്കൂട്ടങ്ങൾ അങ്ങോട്ടേക്ക് വന്ന സമയത്തിന് മുഖം മൂടി വെച്ച് വന്നവനെ ആരോ വിക്രം എന്ന് വിളിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ് എന്ന് പറയും. ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവൻ അവിടെ നിന്നും മുങ്ങി. ഉടനെ തന്നെ ഞങ്ങൾ വരുണിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോൾ വാസവൻ ആകങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും. വിക്രമിനെയും അവൻ്റെ വീട്ടുകാരെയും ചുട്ടുകൊള്ളാനായിട്ട് വാസവൻ അപ്പോൾ തന്നെ ഗുണ്ടകളോട് പറയും, അവനും അവൻ്റെ വീട്ടുകാരും നാളെ നേരം വെളുക്കുമ്പോൾ ജീവനോടെ ഉണ്ടാവരുത്, എല്ലാത്തിനെയും അങ്ങ് കത്തിച്ച് ചാമ്പലാക്കണം, എല്ലാത്തിനെയും തീർത്ത് കളയണമെന്നൊക്കെ പറയാണ്. വാസവന്റെ വാക്ക് കേട്ട് ശരി സർ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്നും ഇറങ്ങി. വിക്രമിൻ്റെ വീട്ടിലേക്ക് പാർട്ടിക്കാർ ഗുണ്ടകളൊന്ന് പാഞ്ഞു ചെല്ലുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് വാസവനെ ഫോണിൽ വിളിച്ച് നാടകം കളിക്കുന്നുണ്ട്. വാസവ, ഞാൻ കേട്ട വാർത്തയൊക്കെ സത്യമാണോ? നിന്റെ മകനെ വിക്രം കുത്തിയെന്നാണല്ലോ കേട്ടത്. ശ്രീകാന്തിൻ്റെ ചോദ്യം കേട്ട ഉടൻ തന്നെ വാസവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മോൻ പോയി ശ്രീകാന്തേ, ആ വിക്രം അവനെ കുത്തിക്കൊന്നു എന്നൊക്കെ പറയും. ഇത് കേട്ട് ശ്രീകാന്ത് ഉള്ളിൽ ചിരിക്കായിരിക്കും. താൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം നടന്നതിൻ്റെ സന്തോഷം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ മോൾ ദീപ്തി ഇതറിഞ്ഞാൽ സഹിക്കില്ലല്ലോ എന്ന് പറയാണ് ശ്രീകാന്ത്. അതെ, വരുണിൻ്റെ കൂടെ നടന്ന് വിക്രം അവനെ ചതിക്കുമായിരുന്നു, അവൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വാസവനെ വീണ്ടും എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഉപദേശിച്ചു. എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അവൻ്റെ കുടുംബം നാളെ സൂര്യോദയം കാണില്ല. ഇന്നത്തോടെ ഞാൻ എല്ലാത്തിനെയും അവസാനിപ്പിക്കുമെന്നൊക്കെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ വാസവൻ ഫോൺ കട്ട് ചെയ്തു. ശ്രീകാന്ത് അപ്പോൾ തന്നെ അച്ഛൻ ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, വിക്രമിൻ്റെ വീട്ടിൽ പലതും സംഭവിക്കും. നാളെ രാവിലെ വരുണിൻ്റെ മരണവാർത്തയായിരിക്കും. അത് ചെയ്ത് വിക്രമും കുടുംബവും കൊല്ലപ്പെട്ട വാർത്തയുമായിരിക്കും നാട് കേൾക്കാൻ പോകുന്നത് എന്ന് പറയും. ഇത് കേട്ടതോടുകൂടെ തന്നെ ചന്ദ്രശേഖരൻ അങ്ങ് പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. ഇത്രയും കാലത്തെ നമ്മളുടെ തലവേദന ഇന്നത്തോടെ തീർന്നു. ഇനി വേദയുടെ ജീവിതത്തിൽ വിക്രമില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പരസ്പരം ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമായിരിക്കും. ഇതേ സമയം വർക്ക്ഷോപ്പിലെ സുഹൃത്തുക്കൾ ആകെ വല്ലാത്ത അവസ്ഥയിലാണ്. ജോസഫേട്ടൻ ഓടി വന്ന് വിക്രം എവിടെയെന്ന് തിരക്കിയപ്പോൾ വരുണിനെ ആരോ മുഖം മൂടി വെച്ച് കുത്തിയ കാര്യം, കുത്തിയത് വിക്രമാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എന്ന കാര്യമെല്ലാം തന്നെ അയാൾ പറഞ്ഞു. വിക്രം എന്ന് ആരോ വിളിക്കുന്നത് കേട്ടുവെന്നും കണ്ടാൽ വിക്രമിനെ പോലെ ഇരിക്കുമെന്ന് അയാൾ പറയുന്നുണ്ട്. വിക്രമിനെ ഫോണ് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. വാസവന്റെ ഗുണ്ടകൾ വിക്രമിനെ വീട്ടിൽ കയറി താണ്ഡവമാടുകയാണ്. സാധനങ്ങളെല്ലാം അടിച്ചു തകർത്ത് മാഷിനെയും കമലമ്മയും അങ്ങനെ എല്ലാവരെയും തല്ലിക്കൊണ്ട് തന്നെ അവർ വിക്രം എവിടെയെന്ന് ചോദിക്കും. അന്നേരം വർക്ക്ഷോപ്പിലെ കൂട്ടുകാരും ശ്രീനിവാസന്റെ പാർട്ടിക്കാരും വന്ന് ഗുണ്ടകളെ അവിടെ നിന്നും അടിച്ചോടിച്ചു. സുധാകരൻ മാഷിനും കുടുംബത്തിനും വിക്രം ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. തൻ്റെ മകനെ ആരോ ചതിച്ചതാണ് എന്ന് സുധാകരൻ മാഷ് കമലമ്മയോട് പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. സത്യത്തിൽ ശ്രീനിവാസന്റെ പുളിക്കനാണ് ഈ ഒരു ചതിക്ക് പിന്നിൽ എന്ന കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ശ്രീകാന്ത് പുളിക്കനെ വിളിച്ചുകൊണ്ട് തന്നെ വിക്രമിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവനെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്ന് അയാൾ പറഞ്ഞു. വിക്രമിനെ വിട്ടയക്കണമെന്നും അവൻ വാസവന്റെ കൈകൊണ്ട് തീരണമെന്നുമാണ് ശ്രീകാന്തിന്റെ ആഗ്രഹം. താൻ വിക്രം എന്ന് വിളിച്ചത് ആരും കണ്ടില്ലല്ലോ എന്ന് പുളിക്കൻ സംശയിച്ചുവെങ്കിലും നിന്നെ ആരും സംശയിക്കില്ല എന്നും എല്ലാം വിക്രമിൻ്റെ തലയിൽ ഇരുന്നോളുമെന്നും ശ്രീകാന്ത് പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കൾ വിക്രമിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് വലിയൊരു ചതിയാണ് നടന്നതെന്നും തന്നെ ആരോ കാറിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും വിക്രം പറയുന്നുണ്ട്. വരുൺ മരിച്ച വാർത്ത പത്രങ്ങളിലെല്ലാം വന്നു. വിക്രം വരുണിനെ കൊന്നു എന്ന വാർത്ത കണ്ട് ദീപ്തി ആകങ്ങ് ബോധം കെട്ടി വീഴാണ്. വേദയ്ക്ക് ശ്രീകാന്തിനെ തന്നെയായിരുന്നു സംശയം. അവൾ അയാളോട് സത്യം ചോദിച്ചുവെങ്കിലും അയാൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് സംസാരിച്ചത്. വിക്രം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തെത്തി വേദയെ കാണുകയും താൻ നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് വിക്രമിന് പുളിക്കൻ്റെ പേഴ്സ് കിട്ടി. അതിൽ വലിയൊരു തുകയുടെ ചെക്കും ശ്രീകാന്തിൻ്റെ നമ്പറും ഉണ്ടായിരുന്നു. ഇത് വെച്ച് വിക്രം പുളിക്കനെ ചോദ്യം ചെയ്തു. പുളിക്കൻ പണം ചോദിച്ച് ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു വീഡിയോ വേദ തൻ്റെ ഫോണിൽ പകർത്തിയെടുത്തിരുന്നു. ശ്രീകാന്ത് വാസവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വീണ്ടും പ്ലാൻ ഇട്ടുവെങ്കിലും വാസവൻ ആ അപകടത്തിൽ നിന്നും കഷ്ടിച്ചങ്ങ് രക്ഷപ്പെട്ടു. അവസാനം വേദയും വിക്രമും ശ്രീനിവാസനും ചേർന്ന് കൊടുത്തിട്ട് വാസവനെ നേരിൽ കണ്ടു. വരുണിനെ കൊന്നത് വിക്രമല്ലെന്നും അത് ശ്രീകാന്താണെന്നും വീഡിയോ തെളിവുകൾ കാണിച്ചു കൊടുത്തിനെ അവർ ബോധ്യപ്പെടുത്തി. പുളിക്കൻ തന്നെ നേരിട്ട് വന്ന് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. തൻ്റെ മകനെ കൊന്നത് വിക്രമാണെന്ന് വിശ്വസിച്ച വാസവന് സത്യം അറിഞ്ഞപ്പോൾ പക അടക്കാനായില്ല. ചതി ചെയ്ത് ശ്രീകാന്തിനെ കണ്ടതും തൻ്റെ മകനെ കൊന്ന പകയോട് കൂടത്തിനെ വാസവൻ നേരെ ശ്രീകാന്തിൻ്റെ വയറ്റത്തേക്ക് കത്തി അങ്ങ് കുത്തിക്കയറ്റി.
പിടഞ്ഞു വീഴുന്ന ശ്രീകാന്തിനെ കണ്ട് വേദയും വിക്രമും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. തൻ്റെ മകൻ്റെ കൊലയാളിക്ക് താൻ തന്നെ ശിക്ഷ നൽകിയെന്നൊക്കെ പറഞ്ഞ് വാസവൻ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുകയായിരിക്കും. അങ്ങനെ ശ്രീകാന്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് പവിത്രം കുടുംബം ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ശ്രീകാന്ത് നിലത്ത് വീണ് പിഴയുമ്പോൾ വാസവൻ തൻ്റെ കയ്യിലുള്ള രക്തം പുരണ്ട ആ ഒരു കത്തി വലിച്ചെടുത്തുകൊണ്ടിങ്ങനെ പൊട്ടിച്ചിരിക്കും. എൻ്റെ മോനെ കൊന്നവന് ഇതിലും വലിയ ശിക്ഷ ഇനി വേറെയില്ല, അയാൾ ആക്രോശിച്ചു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. വാസവനെ പോലീസ് കീഴ്പ്പെടുത്തുമ്പോൾ അയാൾക്ക് യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വേദ ഓടിച്ചെന്ന് ശ്രീകാന്തിൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചു. താൻ വെറുത്തിരുന്നുവെങ്കിലും സ്വന്തം ജ്യേഷ്ഠൻ മരിക്കാൻ പോകുന്നു എന്ന സത്യം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ശ്രീയേട്ട, എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവൾ അലമുറയിട്ട് കരഞ്ഞു. ആശുപത്രിയിൽ വെച്ച് ശ്രീകാന്തിൻ്റെ നില അതീവ ഗുരുതരമായി തുടർന്നു. ചന്ദ്രശേഖരൻ തൻ്റെ അധികാരവും പണവും ഉപയോഗിച്ച് മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും നിയമം അയാൾക്ക് ചുറ്റും കുരുക്കുമുറുക്കുകയായിരുന്നു. പുളിക്കൽ നൽകിയ വീഡിയോസും ചെക്കും ശ്രീകാന്തിനെതിരെ ശക്തമായ തെളിവുകളായി മാറി. വിക്രം ഈ സമയത്തെല്ലാം തന്നെ തൻ്റെ തകർന്നു പോയ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെയായിരുന്നു. താൻ നിരപരാധിയാണെന്ന് രോഗം അറിഞ്ഞില്ല എങ്കിലും തൻ്റെ സുഹൃത്തായിരുന്ന വരുണിൻ്റെ മരണം വിക്രമിനെ വല്ലാതെ വേട്ടയാടി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീകാന്ത് മരണത്തിൽ നിന്നും കഷ്ടിച്ചങ്ങ് രക്ഷപ്പെട്ടുവെങ്കിലും എന്നേക്കുമായി തളർന്നു പോയിരുന്നു. അയാൾക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. തൻ്റെ മകളുടെ ഭർത്താവ് വെറും ഒരു ജീവച്ചവമായി കിടക്കുന്നത് കണ്ട് ചന്ദ്രശേഖരനും ആകെ തകർന്നുപോയി. അയാൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും കാലം കാത്തുവെച്ച ശിക്ഷയായിരുന്നു അത്. ദീപ്തി ആവട്ടെ വരുണിൻ്റെ ഓർമ്മകളിൽ തപ്പിത്തടഞ്ഞ് മാനസികമായി ആകെ തളർന്നു പോയിരുന്നു. അങ്ങനെ വാസവൻ ജയിലിലായതോടുകൂടി തന്നെ അയാളുടെ രാഷ്ട്രീയ സാമ്രാജ്യമാകെ തകർന്നു. എന്നാൽ വേദ വിക്രമിനോടൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. വിക്രമിനെ ചതിയിൽപ്പെടുത്തിയവർക്കെല്ലാം അർഹമായ ശിക്ഷ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തിയത് വേദയുടെ പോരാട്ടമായിരുന്നു. അവസാനം വിക്രമിൻ്റെ വീട്ടിൽ സമാധാനം തിരിച്ചു വന്നു. സുധാകരൻ മാഷും കമലമ്മയും വിക്രമിനെ ചേർത്ത് പിടിച്ചു. വിക്രം വേദയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും ഞാനൊരു കൊലയാളിയായി ലോകത്തിനു മുന്നിൽ നിൽക്കേണ്ടി വന്നേനെ എന്ന്. കണ്ണീരോടെയാണെങ്കിലും പവിത്ര കുടുംബം വീണ്ടും സന്തോഷത്തോടു കൂടെ തന്നെ ഒന്നിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.